ഇന്ന് നമുക്ക് സിവിക്സ് പാർട്ടിലെ ഭരണ നവീകരണത്തെ പറ്റി നോക്കാം. അപ്പോൾ എന്താണ് ഭരണ നവീകരണം? ഭരണ നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും കാലതാമസം കൂടാതെ സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികളെയാണ് ഭരണ നവീകരണം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പൊതുഭരണ സംവിധാനത്തെ പരിഷ്കരിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ. ഒന്നാം അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1966 ജനുവരി 5-നാണ്. ഒന്നാം അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ്റെ ചെയർമാൻ മൊറാർജി ദേശായി ആണ്. പിന്നീട് ഇദ്ദേഹം ഉപപ്രധാനമന്ത്രിയാവുമ്പോൾ കെ ഹനുമന്തയ്യ ഈ സ്ഥാനത്തേക്ക് വരുന്നു. ഒന്നാം അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ പരിഷ്കരണത്തിനായിട്ട് പഠിച്ച ചില മേഖലകളായിരുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധം, സാമ്പത്തിക ഭരണം, പേഴ്സണൽ ഭരണം, സംസ്ഥാന ഭരണം, പൗരന്മാരുടെ പ്രശ്ന പരിഹാരം എന്നിവയൊക്കെ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാം അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ രൂപീകൃതമായത് 2005 ആഗസ്റ്റ് 31-നാണ്. രണ്ടാം അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മീഷൻ്റെ ചെയർമാൻ എം വീരപ്പ മൊയ്ലി ആയിരുന്നു. 2009 വീരപ്പ മൊയ്ലി രാജിവെച്ചപ്പോൾ ചെയർമാനായത് വി രാമചന്ദ്രനാണ്. ഇനി ഭരണ ട്രൈബ്യൂണലിനെ പറ്റി നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് വകുപ്പുകൾ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുന്ന നടപടികൾക്കെതിരെ ഉദ്യോഗസ്ഥർക്ക് പരാതിപ്പെടാനുള്ള സംവിധാനമാണ് ഭരണ ട്രൈബ്യൂണലുകൾ എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് വകുപ്പുകളൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ശരിയല്ല എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പരാതിപ്പെടാനുള്ള ഒരു സംവിധാനമാണ് ഭരണ ട്രൈബ്യൂണൽ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം 323A. അപ്പോൾ അനുച്ഛേദം 323A, ആർട്ടിക്കിൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റി പറയുന്നത്. 1976 42 ഭേദഗതിയിലൂടെയാണ് ഭാഗം 14A അനുച്ഛേദം 323A ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഭാഗം 14A അതുപോലെ തന്നെ അനുച്ഛേദം 323A ഈ ഭരണ ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1976 42 ഭേദഗതിയിലൂടെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമം പാസ്സാക്കിയത് 1985-ലാണ്. 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമപ്രകാരം കേന്ദ്രത്തിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളും നിലവിൽ വരുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ സിറ്റിംഗ് അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാനെയും വൈസ് ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നിലവിൽ ഇന്ത്യയൊട്ടാകെ 18 ബെഞ്ചുകൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനുണ്ട്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധിക്കെതിരായി അപ്പീൽ പരിഗണിക്കുന്നത് അതാത് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് സമാനമായി സംസ്ഥാനങ്ങളിൽ നിലവിലുള്ളതാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതായത് ഗവർണർമാരുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി ഇവരെ നിയമിക്കുന്നത്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് സംയുക്തമായും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കാൻ കഴിയും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത് 2010 ആഗസ്റ്റ് 26-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2010 ആഗസ്റ്റ് 26-നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായരാണ്. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ. ഇനി നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസ്, സംസ്ഥാന സിവിൽ സർവീസ് എന്നിവയെ പറ്റി നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കമ്പനി ഭരണകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കമ്പനിയുടെ ഡയറക്ടർമാരാണ് നാമനിർദ്ദേശം ചെയ്തിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിച്ചെന്ന സ്ഥാപനമാണ് ഹാലിബറി കോളേജ്, ലണ്ടൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സിവിൽ
സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിച്ചിരുന്ന സ്ഥാപനമാണ് ഹാലിബറി കോളേജ്, ലണ്ടൻ. ഇന്ത്യയിൽ മെറിറ്റ് അടിസ്ഥാനമാക്കി സിവിൽ സർവീസ് ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ തലവൻ മെക്കാളെ പ്രഭുവാണ്. 1854 മെക്കാളെ പ്രഭുവാണ് ഇന്ത്യയിൽ മെറിറ്റ് അടിസ്ഥാനമാക്കി സിവിൽ സർവീസ് ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ തലവൻ. മെക്കാളെ പ്രഭുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1854 ലണ്ടനിൽ സിവിൽ സർവീസ് കമ്മീഷൻ രൂപീകരിക്കുകയും 1855 സിവിൽ സർവീസ് പരീക്ഷ ആരംഭിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ സിവിൽ സർവീസ് എഴുതാനുള്ള കൂടിയ പ്രായപരിധി 23 വയസ്സും കുറഞ്ഞ പ്രായപരിധി 18 വയസ്സുമായിരുന്നു. പിന്നീട് ഉയർന്ന പ്രായപരിധി 21 കുറച്ചു. സിവിൽ സർവീസ് എഴുതേണ്ട ഉയർന്ന പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ചത് ലിട്ടൺ പ്രഭുവാണ്. സിവിൽ സർവീസ് എഴുതേണ്ട ഉയർന്ന പ്രായപരിധി 19 നിന്നും 21 വയസ്സായി ഉയർത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ്സാക്കുന്നത് 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ്സാക്കുന്നത് 1861 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ.